നിശ്ചലമായ ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ അതിൽ ബലം പ്രയോഗിക്കണമെന്ന് 6ാം ക്ലാസ്സിൽ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൗതുകമുള്ള ഒരു പരീക്ഷണമാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരു മരക്കഷ്ണത്തിന് മുകളിൽ സ്ക്രൂ ഉപയോഗിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ഒരു ഹാക്സോ ബ്ലേഡ് പീസ് ഇവിടെയും സ്ക്രൂ ഉപയോഗിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരു ഡിസ്കാണ്, ഫോം ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയ വൃത്താകൃതിയുള്ള ഒരു ഡിസ്ക്. ഈ ഡിസ്ക് ഇതിന് മുകളിൽ അടച്ചു വെക്കുകയാണ്. ഇനി എന്തെങ്കിലും ഒരു ഭാരമുള്ള വസ്തു ഇതിന് മുകളിൽ വെക്കണം. തൽക്കാലം ഞാൻ ഒരു 9 വോൾട്ട് ബാറ്ററിയാണ് ഇവിടെ വെക്കുന്നത്. ഞാൻ ഈ ഹാക്സോ ബ്ലേഡിൽ പിടിച്ച് പിറകോട്ട് വലിച്ച് പിടിവിട്ടാൽ ഹാക്സോ ബ്ലേഡ് ഈ ഡിസ്കിൽ തട്ടും. ഡിസ്ക് അതിവേഗം തെറിച്ചു പോകും. അപ്പോൾ ഈ ബാറ്ററിക്ക് എന്ത് സംഭവിക്കും? അതും കൂടെ തെറിച്ചു പോകുമോ അതോ താഴെയുള്ള ജാറിലേക്ക് വീഴുമോ? നമുക്ക് നോക്കാം. ആ ഡിസ്ക് അതിവേഗം തെറിച്ചു പോയി. പക്ഷേ ബാറ്ററി താഴെയുള്ള ജാറിലേക്ക് വീണു. ഡിസ്ക് തെറിച്ചു പോയപ്പോൾ എന്തുകൊണ്ടാണ് ബാറ്ററി കൂടെ പോവാതിരുന്നത്? നിശ്ചലമായ ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ അതിൽ ബലം പ്രയോഗിക്കണം. ഇവിടെ 2 വസ്തുക്കൾ ഉണ്ടായിരുന്നു, ഡിസ്കും ബാറ്ററിയും. ഈ ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ഞാൻ ബലം പ്രയോഗിച്ചത് ഡിസ്കിലാണ്. ബലം പ്രയോഗിക്കപ്പെട്ട ഡിസ്ക് അതിവേഗം ചലിച്ചു. അതേസമയം ബലം പ്രയോഗിക്കപ്പെടാതിരുന്ന ബാറ്ററി അവിടെ തന്നെ നിന്നു. അവിടെ തന്നെ നിന്നാൽ എന്താണ് സംഭവിക്കുക? താഴെയുള്ള ഡിസ്ക് തെറിച്ചു പോകുമ്പോൾ അത് സ്വാഭാവികമായി താഴേക്ക് വീഴും. അങ്ങനെയാണ് ബാറ്ററി ഈ ജാറിനകത്ത് വീണത്. ഇത് ജഡത്വം എന്ന തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ന്യൂട്ടന്റെ ചലന നിയമമാണ് ജഡത്വത്തെ വിശദീകരിക്കുന്നത്. ഒരു ബാഹ്യബലം പ്രയോഗിക്കപ്പെടാത്തിടത്തോളം കാലം ചലനാവസ്ഥയിലുള്ള വസ്തു ചലനാവസ്ഥയിലും നിശ്ചലാവസ്ഥയിലുള്ള വസ്തു നിശ്ചലാവസ്ഥയിലും തുടരും. ഇങ്ങനെ തുടരാനുള്ള പ്രവണതയ്ക്ക് പറയുന്ന പേരാണ് ജഡത്വം. ഇവിടെ നിശ്ചലാവസ്ഥയിലുണ്ടായിരുന്ന ബാറ്ററിയിൽ ബലം പ്രയോഗിക്കപ്പെട്ടില്ല. അതുകൊണ്ട് അതിന് ജഡത്വമുണ്ടായി. ആ ജഡത്വ ഫലമായാണ് അത് താഴേക്ക് വീണത്. ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിത്യജീവിതത്തിൽ നാം കാണാറുണ്ട്. ഉദാഹരണമായി, അതിവേഗത്തിൽ ഓടിപ്പോകുന്ന ഒരു ബസ് ഒരു സഡൻ ബ്രേക്ക് ചവിട്ടുന്നു എന്ന് വിചാരിക്കുക. അന്നേരം ബസ്സിൻ്റെ ഏറ്റവും പിറകിലെ സീറ്റിലിരിക്കുന്ന യാത്രക്കാർ മുന്നോട്ട് ഒന്നിച്ചോടിപ്പോയി ഡ്രൈവർക്ക് ഹലോ എന്ന് പറഞ്ഞ് കൈ കൊടുക്കും. എന്താണ് അതിൻ്റെ കാരണം? ബസ്സും ബസ്സിൻ്റെ കൂടെ യാത്രക്കാരും ചലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ന്യൂട്ടന്റെ ചലന നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ജഡത്വ നിയമം അനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കപ്പെട്ടാലേ അത് നിൽക്കൂ. ഡ്രൈവർ ബലം പ്രയോഗിച്ചത് ബസ്സിലാണ്. അതുകൊണ്ട് ബസ് നിന്നു. ബസ്സിൻ്റെ കൂടെ ചലിച്ചിരുന്ന യാത്രക്കാരുടെ മേൽ ആരും ബലം പ്രയോഗിക്കാതിരുന്നതിനാൽ അവർ വീണ്ടും ചലിക്കാനുള്ള ആ പ്രവണത കാണിച്ചു. ഇതുകൊണ്ടാണ് യാത്രക്കാർ മുന്നോട്ട് പോയത്. അപ്പോൾ ഒരു വസ്തു ചലിക്കണമെങ്കിലും ചലിക്കുന്ന വസ്തു നിശ്ചലമാവണമെങ്കിലും അതിൽ ബലം പ്രയോഗിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം.